പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഒക്ടോബർ മാസം 20 ആമേൻ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ആ നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കഴിഞ്ഞ പകൽക്കാലം അനർത്ഥങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു, രോഗദുഃഖങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. നമ്മുടെ സകല ആവശ്യങ്ങളിലും കർത്താവിൻ്റെ ഗ്രേസ്, കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. സ്വർഗീയ സൈന്യം നമ്മൾക്ക് ചുറ്റും കാവലായി നിന്ന് നമ്മളെ സഹായിച്ചു. ആ വലിയ കൃപയെ ഓർക്കുമ്പോൾ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവെ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. രാത്രികാലം കർത്താവ് നമുക്ക് നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചു. ദൈവകൃപയായിരുന്നു നമ്മൾ ഉറങ്ങിയത്. കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ചിരിക്കുമ്പോൾ അമേൻ മൗനമായിരിക്കരുത്. കരമുയർത്തി പറയണം, കർത്താവെ ഈ രാവിലെ എന്നെ ഉണർത്തിയതിനായിട്ട്, ഞാൻ ഉണർന്നതല്ല, കർത്താവ് എന്നെ ഉണർത്തിയതാ, അതിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, അത്ഭുതമായി നടത്തുന്ന കർത്താവിൽ കരമുയർത്തി പിടിച്ചുകൊണ്ട് പറയാം, കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ വൻ കൃപകളെ ഓർക്കുമ്പോൾ നമുക്ക് ഈ പ്രഭാതി നന്ദിയല്ലാതെ നമുക്ക് പറയുവാനൊന്നുമില്ല. കർത്താവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ നമുക്ക് പറയുവാനുള്ളത് ആ കർത്താവിന് നന്ദി മാത്രമാണ്. ഹല്ലേലൂയ. ആമേൻ. ജീവൻ തന്ന് സ്നേഹിച്ച സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയല്ലാതെ നമുക്ക് പറയുവാനൊന്നുമില്ല. സന്തോഷത്തോടെ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പാപത്തിൻ്റെ ചേറ്റിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിൽ ഞങ്ങളെ രക്ഷിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം. പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു ആയിരിക്കുന്നിടത്ത് ഞങ്ങളെ ഇരുത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പാപക്കറകളെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി ഞങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സ്വന്തം ജനമാക്കി ഞങ്ങളെ തീർത്തിരിക്കുന്ന വൻ കൃപകൾക്കായിട്ട് കർത്താവിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഈ പ്രഭാതത്തിൽ നമുക്ക് ആമേൻ 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 96 സങ്കീർത്തനം പറഞ്ഞു, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ, യഹോവയ്ക്ക് പാടി കർത്താവിൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ, നാൾതോറും കർത്താവിൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ. നമുക്ക് ലഭിച്ച ഈ വലിയ രക്ഷയെ ഓർക്കുമ്പോൾ നമുക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. ആമേൻ. മൗനമായിരിക്കാൻ പറ്റത്തില്ല. കർത്താവിന് സ്തോത്രം പറഞ്ഞു. ഇന്നത്തെ പകൽക്കാലം നിങ്ങൾക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു, ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവനാകുന്നപ്പ, അങ്ങ് വിശ്വസ്തനാകുന്നപ്പ, അങ്ങ് വാക്കുമാറാത്ത ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും വ്യക്തിപരമായി അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ എന്തെന്നറിഞ്ഞ് അതിന്മേൽ ദൈവിക അത്ഭുതങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കാൽമുട്ടുകൾക്ക് വേദനയായി നടക്കുവാൻ, വേഗത്തിൽ നടക്കുവാൻ പ്രയാസം അനുഭവിക്കുന്നവർ ഇപ്പോൾ നസ്രനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ മുട്ടിനകത്തുള്ള ആ നീ ജോയിൻറ്റിനകത്തുള്ള എല്ലാ അനാട്ടമിക്കൽ സ്ട്രക്ചറുകളും യേശുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. ആ പെയിൻ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. മൊബിലിറ്റി നോർമലായി തീരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ആമേൻ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കിഡ്നികൾ ജീവൻ വെക്കട്ടെ. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കിഡ്നികൾ ജീവൻ വെക്കട്ടെ. എല്ലാ കിഡ്നി പ്രോബ്ലംസും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. അത്ഭുതകരമായ സൗഖ്യം ആ കിഡ്നികളുടെ മേൽ വ്യാപരിച്ചിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവിന് കഴിയാത്ത കാര്യമൊന്നുമില്ലല്ലോ. തലയിലെ മുടി ഇങ്ങനെ വട്ടം വട്ടമായി പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, അത് മുഖാന്തരം മനസ്സിന് ഭയങ്കര ഭാരം അനുഭവിക്കുന്നു, ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ അസ്വസ്ഥത മാറട്ടെ. ആ മുടി കൊഴിച്ചിൽ അവിടെ സ്റ്റോപ്പാകട്ടെ. ആ മുടി പോയെടുത്ത് മുടി മടങ്ങി വരട്ടെ. അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ സംഭവിച്ചതിനായിട്ട് സ്തോത്രം.
കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളെ കുടുംബമായിട്ട് അനുഗ്രഹിക്കുക. ഇവരുടെ കുടുംബജീവിതത്തിൽ ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ ഭവനത്തിനകത്ത് ദൈവത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകട്ടെ, ദൈവിക സ്വസ്ഥതയുണ്ടാകട്ടെ. എന്താവശ്യമാണോ അതിന്മേൽ ഇന്ന് അത്ഭുതം നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഈ കുടുംബത്തിനകത്ത് എന്താവശ്യമുണ്ടോ അതിന്മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പകൽക്കാലം മിറക്കിൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടന്നിരിക്കുന്നതിന് സ്തോത്രം ചെയ്തു. എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളിലും ദൈവിക വിടുതൽ നടത്തിയതിന് സ്തോത്രം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ തലമുറകൾ കർത്താവിനെ അനുസരിച്ച്, കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് വചനം പ്രമാണിച്ച് ജീവിപ്പാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ. യഹോവയാൽ ഉപദേശിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി തീരട്ടെ. ഇവർ കർത്താവെ അങ്ങേ അറിഞ്ഞ് ജീവിക്കട്ടെ, അങ്ങേക്ക് പ്രയോജനമുള്ള മക്കളായി തീരട്ടെ. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യുന്നു. അതുപോലെ കർത്താവ് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അവരുടെ മേൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. പ്രത്യേകമായ ആമേൻ നിറവും സാന്നിധ്യവും കൊണ്ട് അവരെ നിറയ്ക്കണം. ഇന്ന് വൈകിട്ടത്തെ നമ്മുടെ മീറ്റിംഗ് ഏറ്റവും അസാധാരണമായി തീരണം. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഒഴുകുന്നതിന് നന്ദി. പരിശുദ്ധാത്മാവ് വൻ കാര്യങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിൽ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഇന്ന് രാത്രി കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ പങ്കെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകും. പങ്കെടുക്കുമ്പോൾ പ്രത്യേകം ഓർപ്പിക്കുന്നത് സമയത്തിന് ജോയിൻ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഈ പ്രഭാത സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കൂടെ അത് പങ്കുവെച്ചാൽ അവരുടെ ജീവിതത്തിലും അത് അനുഗ്രഹമാകും. നിങ്ങൾക്ക് അതിൻ്റെ ബ്ലെസ്സിങ്സ് കർത്താവ് തരും. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച്, 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 58-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നത്, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആയിരിപ്പീൻ. കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയാം. കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവർ ആകുവീൻ. ഹല്ലേലൂയ. അവിടെ പറഞ്ഞു ആകയാൽ, therefore. എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. അതായത് ഈ കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് ഒരു മർമ്മം പറയാം. അതായത് ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞ് 51-ാം വാക്യം പറഞ്ഞിട്ട് പറഞ്ഞു, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്ന് പറഞ്ഞാൽ മരിച്ചു പോവുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അപ്പം ഇവിടെ പറഞ്ഞത് മരണത്തിൻ്റെ മുകളിലുള്ള ജയത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും, അതായത് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ പുനരുദ്ധാനത്തെക്കുറിച്ചും ഉള്ള ആ വലിയ ബോധ്യവും, വിക്ടറി ഓവർ ഡെത്ത്, അതായത് മരണത്തിൻ്റെ മുകളിലുള്ള ജയത്തെക്കുറിച്ചും ഒക്കെ പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൻ്റെ നിയോഗത്തിൽ 15-ാം അധ്യായത്തിൽ പഠിപ്പിക്കുകയാണ്. അവൻ ഉയർക്കുന്നത് എങ്ങനെയായിരിക്കും, ഉയർക്കുന്ന ശരീരം എങ്ങനെയുള്ളതായിരിക്കും, ഉയർപ്പിൻ്റെ തേജസ് എങ്ങനെയുള്ളതായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നിട്ട് പറയുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം, കുലുങ്ങാത്തവരായിരിക്കണം. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ എന്ത് ചെയ്യണം? ആമേൻ, വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. ഒരുപക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളൊന്നും മനുഷ്യൻ നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണമെന്നും നിർബന്ധമില്ല. നമ്മുടെ പ്രാർത്ഥനകളായാലും നമ്മുടെ ഉപവാസമായാലും നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഒന്നും തന്നെ ഈ ലോകത്തിൽ ആരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുകയോ അംഗീകരിക്കുകയോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനകളും നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹവും ആളുകളെ രക്ഷയിലേക്ക് നയിക്കാനുള്ള നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പുണ്യപ്രവൃത്തികളും നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികളൊന്നും ഒരിക്കലും നഷ്ടമല്ല. കാരണം കർത്താവ് ഒരിക്കലും അത് മറന്നു കളയത്തില്ല. നമ്മൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്യുന്ന ചെറിയ കാര്യം പോലും കർത്താവ് നമ്മളെ ഓർത്തിരുന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആമേൻ. അപ്പം അതായത് നമ്മുടെ ജീവിതത്തിൽ പുനരുദ്ധാനം എന്ന് പറയുന്നത് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഒരു പ്രത്യാശ വർദ്ധിക്കണം. ആമേൻ. നമ്മൾ കർത്താവിൻ്റെ മടങ്ങി വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ ദൈവമക്കൾ തിരിച്ചറിയണം, കർത്താവിൻ്റെ മടങ്ങി വരവെങ്കിൽ നമ്മൾ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കാനുള്ളവരാ, അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിക്കുവാനുള്ളവരാ. ഇവിടം കൊണ്ട് തീരുകയല്ല നമ്മുടെ ജീവിതം. ഇവിടം കൊണ്ട് നമ്മൾ ഒരിക്കലും തീർന്നു പോകുന്നില്ല. താൽക്കാലികമായ ഈ ജീവിതത്തിൽ നമ്മൾ മാറിപ്പോയാലും നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ നിത്യമായ സന്തോഷത്തെ നമ്മളെപ്പോഴും ഓർക്കണം. ആമേൻ. ഒരിക്കൽ
ആഫ്രിക്കയിൽ ശക്തമായി പ്രവർത്തിച്ച് അമേരിക്കൻ മിഷണറീസ് ദമ്പതികളാണ്. ഭാര്യയും ഭർത്താവും ഭയങ്കരമായിട്ട് ആഫ്രിക്കയിൽ കഷ്ടപ്പെട്ട് കർത്താവിൻ്റെ വേല ചെയ്ത് മടങ്ങി അമേരിക്കൻ പോർട്ടിൽ എത്തിച്ചേരുമ്പോൾ അവരെ സ്വീകരിപ്പാൻ ആരും വന്നില്ല. ശരിക്കും ഈ ഇവാഞ്ചലിസ്റ്റിന് ഭയങ്കര വേദനയായി. അദ്ദേഹം പറഞ്ഞു, നമ്മളെ സ്വീകരിപ്പാൻ ആരും വന്നില്ല, നമ്മൾ ഇത്രയും കർത്താവിൻ്റെ വേലയിൽ പ്രവർത്തിച്ചിട്ട് നമ്മളെ സ്വീകരിക്കുവാൻ ആരും വന്നില്ല. ഉടനെ ആ സഹോദരി അദ്ദേഹത്തിൻ്റെ ചെവിയിലോട്ട് പറഞ്ഞു, നമ്മൾ നമ്മുടെ ഭവനത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. നമ്മൾ നമ്മുടെ ഭവനത്തിൽ എത്തിച്ചേരുമ്പോൾ അവിടെ നമ്മളെ സ്വീകരിപ്പാൻ വലിയൊരു കൂട്ടമുണ്ടാകും. ഈ ലോകത്തിൽ നമ്മളെ ആരും അംഗീകരിച്ചില്ലെങ്കിലും സ്വീകരിച്ചില്ലെങ്കിലും ഡോണ്ട് വറി. പക്ഷേ സ്വർഗീയ ഭവനത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവൻ നല്ലവനും വിശ്വസ്തനുമായ എൻ്റെ ദാസനെ എന്നുള്ള വിളിച്ചുകൊണ്ടുള്ള ആ വലിയ സ്വീകരണത്തെ കണ്ടുകൊണ്ട് വേണം ഈ ഭൂമിയിൽ കർത്താവിൻ്റെ വേലയിൽ മുന്നേറുവാൻ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഇൻ കേസ് നമുക്ക് കാര്യമായിട്ടൊന്നും ലഭിച്ചില്ലെങ്കിലും, ലഭിക്കത്തില്ലെന്നല്ല പറഞ്ഞത്, പക്ഷേ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണം. കാരണം നമുക്ക് ലഭിക്കാൻ പോകുന്ന മഹാപ്രതിഫലം ആമേൻ ഓർക്കുമ്പോൾ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണം. ആമേൻ. നമ്മൾ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കും നമുക്കറിയത്തില്ല. ആമേൻ. എത്ര കാലം ജീവിച്ചാലും ദൈവരാജ്യത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി ജീവിക്കണം. ആ ജീവിതത്തിനാണ് സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കുന്നത്. അതുകൊണ്ട് ആമേൻ വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്നവരായിരിക്കണം. ദൈവത്തെ സേവിക്കുന്നതിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ആമേൻ. കർത്താവിന് വേണ്ടി എന്നവണ്ണം ചെയ്യണം. ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അല്ല ചെയ്യുന്നത്, കർത്താവിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള ബോധ്യത്തിൽ ചെയ്യണം. മറ്റുള്ളവരെ കർത്താവിൻ്റെ വേലയിൽ എൻകറേജ് ചെയ്യുന്നവരായിരിക്കണം. സ്വർഗീയ റിവാർഡിന് എപ്പോഴും വിശ്വാസത്തോടെ പ്രതീക്ഷിക്കുന്നവരായിരിക്കണം കേട്ടോ. അങ്ങനെ വേണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിപ്പാൻ. അതുകൊണ്ട് നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് കരങ്ങളെ ഉയർത്തി പറയാം, ഞാൻ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരും, ഞാൻ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരും. എൻ്റെ പ്രവർത്തനങ്ങളൊന്നും തന്നെ അവൻ ഒന്നും നഷ്ടമല്ല, ഒന്നും വ്യർത്ഥമല്ല. സ്വർഗം ഇത് കാണുന്നുണ്ട്. അവൻ കർത്താവ് ഇത് ഓർക്കുക തന്നെ ചെയ്യും. കർത്താവ് എനിക്കിതിൻ്റെ പ്രതിഫലം തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ എൻ്റെ ജീവിതകാലം മുഴുവനും കർത്താവിനെ സേവിക്കുന്ന വ്യക്തിയായിരിക്കും. ഹല്ലേലൂയ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ആമേൻ ആ നിത്യതയെക്കുറിച്ചുള്ള വലിയ ബോധ്യം കൊടുക്കണം. സ്വർഗീയ റിവാർഡിനെ കുറിച്ചുള്ള ബോധ്യം കൊടുക്കണം. പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ബോധ്യം കൊടുക്കണം. ആ ഒരു ബോധത്തോടെ ഭൂമിയിൽ ജീവിച്ച് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.